കർത്താവിന്റെ കരുണയാ, ഇത് ദൈവത്തിന്റെ കൃപയാ. ഈ കുഞ്ഞ് ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കാനല്ല യേശു ക്രൂശിൽ മരിച്ചത്, ഈ കുഞ്ഞ് സൗഖ്യമാകാനാ. കണ്ടോ, ഇവനിപ്പോ എന്താണ് ക്യൂർ ചെയ്തിരിക്കുന്നത്? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പൂർണ്ണമായും സൗഖ്യമായിരിക്കുകയാണ്. അത് ചെയ്തത് മറ്റാരുമല്ല, യേശുവാണ്, അതിശക്തനായ യേശു. യേശുവിന്റെ ശക്തിയെ നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഈ സജിത്ത് പാസ്റ്റർ തെങ്ങിൽ വീണ് തളർന്ന് കിടന്നവനെ എന്ത് ഈസി ആയിട്ടാണ് നോക്കിയെടുത്ത് ചുമ്മാ എഴുന്നേറ്റ് പോരാ കുട്ടാന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റ് വന്നില്ലേ? ഇതുപോലെ തന്നെ എത്ര അതിശയ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അത്ഭുത പ്രവർത്തികൾ എല്ലാം നമ്മൾ കണ്ടില്ലേ? കിണറ്റിൽ വീണത് സോദരൻ നട്ടല് ചലിക്കയില്ല, ഇവർ എഴുന്നേറ്റ് നടക്കാനൊക്കത്തില്ല. ജീസസ് ഒട്ടും നടക്കുകയില്ല. അതുകൊണ്ട് ആംബുലൻസിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നിവൻ ജീവൻ പ്രാപിക്കുന്നു. വിശ്വസിക്കുന്നു അവനെ വിശ്വസിക്കുന്നോടാ നീ? കേട്ടില്ല? നിന്നെക്കാട്ടിൽ ശവമായിട്ട് വന്നവനെയാ ഇന്നലെ യേശു എഴുന്നേപ്പിച്ച്. പിന്നെ നീ എഴുന്നേക്കാതിരിക്കുവോ? നിനക്ക് യൂറിൻ ട്യൂബ് ഇട്ടാണോ പോന്നെ? അല്ലെ അവന് യൂറിൻ ട്യൂബ് ഇട്ടാ പോയിക്കൊണ്ടിരുന്നത്. അവനെ യേശു എഴുന്നേപ്പിച്ചെങ്കിൽ നിന്നെ യേശു എഴുന്നേപ്പിക്കും. ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാ നീ എഴുന്നേറ്റോ? അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ സജിത്ത് എന്ന് പറഞ്ഞ ബ്രദർ ആയിക്കോട്ടെ, ദിനു എന്ന് പറഞ്ഞ ബ്രദർ ആയിക്കോട്ടെ, മുല്ലക്കര ആയിക്കോട്ടെ, ഇവരെല്ലാം ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ മാത്രമാണ് ഇത്രയും പരിപാടികൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ശക്തിയുള്ള ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട്, അതായത് യേശു, ഇവൻ്റെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ മുഴുവൻ പേരും വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ യേശു അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആൾ ഈ ക്യാൻസർ വന്ന കുഞ്ഞിനെ കണ്ടില്ല, അത് യേശു അറിഞ്ഞില്ല എന്നും, പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ പ്രത്യേകം യേശുവേ ഇതാണോ നമ്മുടെ ഒരു വെങ്കറ്റ് വിശ്വസിക്കുന്നു, ഇവിടെ ക്യാൻസർ ആയിട്ട് വന്ന് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, യേശു ഒന്നും കണ്ടില്ലേ? യേശു അവിടെ 28 കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. യേശു ഗുലായിട്ട് ഒറ്റ വെട്ടം കൊണ്ട് വിട്ടിട്ട് ഇങ്ങനെ നോക്കും. എന്നെ വിളിച്ചോടാ മോനെ എന്നെ അവിടുന്ന്. കർത്താവ് എന്നെ ആയിരിക്കും കൊച്ചിന് വയ്യായോ? അയ്യോ കർത്താവേ, ദേ ഇത് കണ്ടോ, ഹിന്ദുവാ, പേരിന്ദു. ഈ ഹിന്ദു എന്ന് പറഞ്ഞ കൊച്ചിനെ നമ്മളിപ്പോൾ ശരിയാക്കുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അത് കർത്താവിൻ്റെ അടുത്തോട്ടൊന്ന് വിടാം. കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ വിശ്വസിക്കുന്നുണ്ടോ ഇവര് കേട്ടോ? അപ്പോൾ കർത്താവ് ഒന്ന് ശരിയാക്കണം. നമ്മുടെ ആളാ. ഇവളുടെ വലത്തെ സൈഡിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരുന്നു. ആ സമയത്ത് ഇവൾക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് എപ്പോഴും ഇവളെ കാണിക്കാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വലത്തെ ഭാഗത്ത് നിന്ന് ചെയ്യുമായിരുന്നു. ഓ മൈ ഗോഡ്, ഈ മകളെ സൗഖ്യമായി. ആ ഹോസ്പിറ്റൽ മുഴുവൻ വചനം കേൾക്കുവാനായി ഓടിയെത്തി. So receive your miracle right now. ഇനി കാത്തിരിക്കണ്ട. Come on, receive it right now. തോർത്തനെ അത് സ്വീകരിച്ചാട്ടെ. അപ്പോൾ കർത്താവ് പറയും, നോക്കും, ശരിയാണോടാ നീ പറയുന്നേ? നമ്മളാണല്ലോ അല്ലേ, എന്നാ അതോട്ടെ ശരിയാക്കിക്കാം. അങ്ങനെ കർത്താവ് ശരിയാക്കുന്നെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരാണല്ലോ ഇവരുടെ ഈ പരിപാടിക്ക് പോകുന്നത്. ഈ കൂടിയിരിക്കുന്നവരെല്ലാം ഇത് വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാവോ? ഇങ്ങനെയൊക്കെ ദൈവം കേൾക്കത്തുള്ളൂ. ഓക്കെ, സമ്മതിച്ചു, അങ്ങനെ ദൈവം കേൾക്കത്തുള്ളൂ. ഇവൻ പറഞ്ഞാൽ ദൈവം കേൾക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞ മുതലിനെ എടുത്തുകൊണ്ട് RCCയിലോട്ട്, മെഡിക്കൽ കോളേജിലോട്ട്, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ലോകത്തുള്ള മുഴുവൻ ആശുപത്രികളിലേക്കും നിന്നെ വേണം ഞാൻ കൊണ്ടുപോകാം. കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം, നീ എൻ്റെ കൂടെ വരാമോ? ഈ പറഞ്ഞ RCCയിൽ നമുക്കൊരു ദിവസം സഞ്ചരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഒരുപാട് രോഗികൾ വേദന അനുഭവിച്ച്, പീഡനം അനുഭവിച്ച്, അവിടെ മരുന്നിന് പോലും പൈസ ഇല്ലാതെ കിടന്ന് വേദനിക്കുന്നിടത്തോട്ട് നമ്മൾ ചെന്നിറങ്ങണ്ടേ? നിന്റെ സ്ഥാനത്ത് ഈ കഴിവ്, ഈ കണക്ഷൻ യേശുവായിട്ട് എനിക്കായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ ആളെ വിളിച്ചു കൂട്ടി 2 മാസം കഴിഞ്ഞ് ശരീരം അനങ്ങുള്ളൂ. അനങ്ങിയാലും രണ്ട് കാല് സ്വാധീനമില്ലാത്ത വ്യക്തിയായിട്ട് മാറും. ശിവസേനയുടെ ആംബുലൻസിൽ ലൈവായിട്ട് കണ്ടവരുടെ 1000 നിൽക്കുന്നു. യേശുവിന്റെ ശക്തി വന്നു, തകർന്ന നട്ടല് കൂടി ചേർന്നു. കരമടിച്ചെന്ന കർത്താവിനെ സ്തുതിച്ച് എണീക്കണമേ, നടക്കണ വച്ച നോക്ക് പേര്. നിങ്ങൾ കാണിത്. ഇന്നലെ ആംബുലൻസ്, ശിവസേനയുടെ ആംബുലൻസ് ശവത്തെ കൊണ്ട് വന്ന നിങ്ങളത് കണ്ടവർക്കറിയാം. കൈ ഉയർത്തി പിടിക്കണം, എല്ലാവരും കാണട്ടെ. എന്നാ നിന്റെ പേര് പറ? പ്രതീഷ്. നിന്റെ ഫോൺ നമ്പർ പറ. 9925 70 89. ഇതിന്റെ ഫോൺ നമ്പരാ. സ്വതന്ത്രം. ശിവസേനയുടെ ആംബുലൻസിൽ ഇന്നലെ അതാ ഏറ്റവും രസം. വന്നവൻ ഹിന്ദുവാണ്. അതുപോലെ തന്നെ ഇവന്റെ വീഡിയോകളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, ഹിന്ദു പേരുകളാണ് കൂടുതലും അവിടെ വരുന്നത്. പറയുന്ന പേരുകൾ ജലജ, രജീഷ്, അജീഷ്, ഫോൺ നമ്പർ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. ക്രിസ്ത്യാനികൾ അവിടെ പോകാത്താണോ? പോകുന്നുണ്ടില്ല, നല്ല പലയിടത്തും. പക്ഷേ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ നോക്കണം. ഇതുപോലെ തളർന്നു കിടക്കുന്ന ഹിന്ദുസാണ്. അവർക്ക് അവരുടെ മതത്തിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ട് അവർ യേശുവിനെ തേടി വരുമ്പോൾ സജിത്തായനെ ശരിയാക്കുന്ന ഒരു കാഴ്ചയാണ്. ഇന്നലെ വാഹനത്തിൽ വന്നിരിക്കുന്നവരുടെ മേലേക്ക് യേശുവിന്റെ മഹാശക്തി പ്രവഹിക്കുന്ന എനിക്ക് കാണാൻ കഴിയും. ഈ ഓരോ വാഹനത്തിലേക്കും യേശുവിന്റെ ശക്തി പ്രവഹിക്കുന്ന എനിക്ക് കാണാൻ കഴിയും. ഇതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ആയിക്കോട്ടെ. ഈ ആംബുലൻസിൽ ഈ RCCയിലുള്ള മുഴുവൻ രോഗികളെയും എടുത്തുകൊണ്ട് ഇവൻ പ്രാർത്ഥിക്കുന്ന ഗ്രൗണ്ടിലോ ഓഡിറ്റോറിയത്തിലോ കൊണ്ടുവരുന്നതാണോ എളുപ്പം? അതോ ഈ നിൽക്കുന്ന മഹാനായ, ഈ അത്ഭുത പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള, അല്ലെ ജീസസുമായിട്ട് കണക്ഷനുള്ള ഇവനെ ഒരു ബൈക്കിലിരുത്തി RCCയിലോട്ടോ മെഡിക്കൽ കോളേജിലോട്ടോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആശുപത്രിയിലേക്കോ കൊണ്ടുപോകുന്നതാണോ എളുപ്പം?
ഏതാണ് കൂടുതൽ എളുപ്പം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വിശ്വസിക്കുന്നവർ ഇത്ര സ്വാർത്ഥരാണോ? അവിടെ ഇരുന്നു കൊണ്ട് അവിടെ ചെല്ലുന്നവരെ മാത്രമേ യേശു സഹായിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണോ നിങ്ങളുടെ കുഴപ്പം? അതോ നിങ്ങൾക്ക് ഈ ഒരു ചിന്ത ഇല്ലേ, മറ്റുള്ള ഒരാളെ കൂടെ സഹായിക്കണം, ഇയാളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാം? അവിടെ ആകുമ്പോൾ ആയിരക്കണക്കിന് രോഗികൾ, ഒരു ദിവസം 700 പേഷ്യൻസ് ആണ് RCC വരുന്നതെന്നാണ് കണക്ക്. ഒരു ദിവസം 700 പേരെ അവിടെ നിന്നാൽ അവന് അത്രയും പേരെ സൗഖ്യപ്പെടുത്താൻ പറ്റുകയില്ലേ? അതോ ഇനി മൈക്ക് വേണം, അല്ലെങ്കിൽ ഓഡിറ്റോറിയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൗണ്ട്, അങ്ങനെ ഒരു സ്പെഷ്യൽ സെറ്റപ്പ് വേണം, ഈ മന്ത്രവാദക്കളം പോലെ? അതാണോ ഇതിൻ്റെ സ്റ്റേജ്? അങ്ങനെ വല്ല പ്രത്യേകതകളുണ്ടോ? അതിനെപ്പറ്റി അറിയില്ല. എന്താണ് അത്? അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ഗൾഫിലും ഒക്കെ വന്ന് പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അതൊരു കാരണമല്ല. എവിടെ വേണമെങ്കിൽ പോയാലും ഇത് നടക്കും. പക്ഷേ എന്തുകൊണ്ട് ആശുപത്രികളിൽ പോകുന്നില്ല? എനിക്ക് നിന്നോട് പുച്ഛം തോന്നുന്നുണ്ട് സഹോദര. കാരണം വേറൊന്നുമല്ല, നീ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, ബാച്ചിലറാണ് കരുതുക. നീ ഇത്തിരി ഉടായ്പൊക്കെ ചെയ്ത് കാശുണ്ടാക്കി എന്ത് വേണേൽ കഴിച്ച് എവിടെ വേണേലും ലോകത്ത് സഞ്ചരിച്ച് ജീവിച്ചോ, തെറ്റില്ല. അല്ലെങ്കിൽ അതിന് കുഴപ്പമില്ല, അത് സമ്മതിക്കാം. പക്ഷേ നീ ഉണ്ടല്ലോ, കല്യാണം കഴിച്ച് 2 പിള്ളേരും ഒക്കെ ഉള്ള ഒരു തന്തയാണ്. നിന്റെ ഭാര്യ ഇടുന്ന ഒരു ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ മേടിച്ചു കൊടുക്കുന്ന ഓരോ സാധനങ്ങളോ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ കഴിക്കുന്ന ആഹാരം എന്നൊക്കെ പറഞ്ഞാൽ, എടാ നീ ഈ പാവപ്പെട്ട ഈ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസയ്ക്കാണല്ലോടാ നീ കുടുംബം പോറ്റുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നിനക്കൊരു നാണക്കേട് തോന്നുന്നില്ലേടാ? നിന്റെ ഭാര്യയ്ക്കൊരു നാണക്കേട് തോന്നുന്നില്ല? നിന്റെ മക്കളെ എങ്ങനെയാടാ? നാട്ടുകാർ കാണുമ്പോൾ പറയത്തില്ലടാ, പറ്റിച്ചുണ്ടാക്കിയ കാശിന് തിന്നു ജീവിക്കുന്ന ഒരു കുടുംബം. അല്ലേ? അതല്ലേ നീ ചെയ്യുന്നത്? അല്ലെങ്കിൽ നീ വാ, നീ ഇറങ്ങ്. നീ ഇതല്ല ചെയ്യുന്നത്. നിന്റെ ഭാര്യയോടും മക്കളോടും നിനക്ക് ഒരിത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ നീ നേരെ വാ മെഡിക്കൽ കോളേജിലോട്ട്. നിന്നെ ഞാൻ കൊണ്ടുപോകാം. ലോകത്തുള്ള മുഴുവൻ ആശുപത്രിയിലും പോകാം നമുക്ക്. അതോടെ ഇങ്ങനെ ആരെങ്കിലും പറയൂ ഇതിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവർ അതിൽ കൂടുതലുണ്ട്, നീ കാണിക്കുന്ന പരിപാടി ഇത് കളിപ്പിലാണെന്ന് പറയുന്നവരാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടാകത്തില്ല. പിന്നീട് ഈ കാര്യം കൊണ്ട് ചെയ്ത് കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കായിരിക്കും? പിന്നെ എനിക്കിങ്ങനെ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇമാര് ഉടായ്പം കളിച്ച് എത്ര നാൾ ഇങ്ങനെ ജീവിക്കുവാവും? നാണക്കേടാ ഇങ്ങനെ കുടുംബം പോറ്റുന്നത്. നാണക്കേടാ. നിവൃത്തികോട് കൊണ്ട് ഒരു പെണ്ണ് വേശിയായെങ്കിൽ അതിന് പോലും അന്തസ്സുണ്ട്, കുറച്ചുകൂടെ ഇതിനേക്കാൾ അന്തസ്സുണ്ട്, നിന്നേക്കാൾ അന്തസ്സുണ്ട്, സംശയമില്ല കാര്യത്തിൽ. ഇതൊക്കെ പോട്ടെ. ഇപ്പോൾ ഈ ക്യാൻസർ വരാനൊന്നും നോക്കിയിരിക്കേണ്ട. എല്ലാം പിന്നെ ഇവനെ നമുക്കെടുത്ത് ഒരു ഹെലികോപ്റ്റർ കൊടുക്കാം. ഈ പറഞ്ഞ കക്ഷിക്ക് ഇവനെ ആ ഹെലികോപ്റ്ററിൽ എത്തി ഓരോ സ്ഥലത്തോട്ട് പായിക്കാം ഇങ്ങനെ. അല്ലെങ്കിൽ മുകളിൽ സാറ്റലൈറ്റ് കൊണ്ടിരുത്താങ്കിൽ കുറച്ച് കിടപ്പോൾ ലോകം മുഴുവൻ കാണാം. ഈ സാറ്റലൈറ്റ് നല്ല സ്പീഡിലാണ് ലോകം ചുറ്റുന്നത്. അപ്പോൾ എവിടെ നടന്നാലും ഇവന് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനും പറ്റും. അവിടെ നിന്നുകൊണ്ട് ഈ സാധനങ്ങൾ യേശുവിനോട് കുറച്ച് അടുത്ത് എന്ന് പറയാനും പറ്റും. അല്ലേ? ഈ ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന സ്ഥലത്തോട്ട് ഇവനെ ഇറക്കി വിട്ടാൽ പോലെ, അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആ ഹെലികോപ്റ്റർ പെട്ടെന്ന് എത്തിക്കുവാണെങ്കിൽ ഈ ഇടിച്ച് ചെതറി കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ ഉടനെ എടുത്ത് അങ്ങോട്ടും പിറ്റിയായിട്ട് പറയും, അത് ശരിയാക്കി എന്നിട്ട് പോരാ കുഞ്ഞേ എന്നൊക്കെ പറയും. ഈ പറഞ്ഞവൻ ഈ കാല് നേരെയാക്കിയ പീസൊക്കെ കണ്ടല്ലോ, അവൻ്റെ കാലയിലെ സ്റ്റിച്ചും ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ബോണും ഒക്കെ ഫിറ്റ് ചെയ്ത് എന്തിനാ? നേരിട്ട് ഇവൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ പോരാ ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ. ഈ 2 ഇഞ്ച് നീട്ടാനാണോ ഇവൻ? ആ 2 ഇഞ്ച് കുറഞ്ഞു പോയതോ, അതായത് മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടർമാരുടെ ചില കഴിവ് കുറവാണല്ലോ ഈ 2 ഇഞ്ചിന്റെ കുറവ്. അത് പരിഹരിച്ച ആളാണല്ലോ ഇവൻ. എന്തുകൊണ്ടാണ് ആ നാറി നിന്നെ വണ്ടി ഇടിച്ച് കിടന്നപ്പോൾ ഈ ഫാസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ? കൈയും കാലം ഒടിഞ്ഞു കിടക്കുന്നവനെ നിനക്ക് ശരിയാക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെയാടാ ഇവൻ്റെ 2 ഇഞ്ച് വലിച്ചു നീട്ടുന്നത്? ഒന്ന് ചിന്തിച്ചൂടെ? ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്തോട്ട് ഇവനെ ഇറക്കി വിടണം. ഓക്കെ, വേണ്ട. പേപ്പട്ടി കടിച്ചവരെ ചികിത്സിക്കാൻ ഉള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അതായത് ആൻറ്റി റേബീസ് വാക്സിനേഷൻ കൊടുക്കാതെ പേപ്പട്ടി കടിച്ച ഒരാളെ കൊണ്ടുവന്ന് പാസ്റ്ററിൻ്റെ എത്തിച്ചാൽ പാസ്റ്ററെ എന്ത് ചെയ്യും? വല്ല നടക്കുമോ? എല്ലൊടിഞ്ഞാൽ ഒടിഞ്ഞ എല്ല് പ്ലാസ്റ്റർ ഇടാതെ നടക്കുമോ? എന്തിന്? പല്ല് പോട്. അയ്യോ അത് ചെയ്തു കേട്ടോ. പല്ല് പോട്, ഒരു പെണ്ണും പിള്ളയുടെ പല്ലിന്റെ പോട് കഴിഞ്ഞിടയ്ക്ക് കർത്താവ് യേശു ക്രിസ്തു അടച്ചാന്നു. പോട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു വിറ്റ് കണ്ട ഇത് കണ്ടോ? ഈ തമാശ ശ്രദ്ധിച്ചു. നീ ചോദിച്ചാൽ ഈ ദൈവരാജ്യത്തിലുള്ളത് നിന്റെ തലമേൽ വരും. അത് സമാധാനമാണെങ്കിൽ ഇപ്പൊ നിനക്ക് കിട്ടും. ഇന്ന് നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് ആ ഉദരത്തിലൂടെ കൈവച്ചിട്ട് പറ, ദൈവരാജ്യത്തിൽ സമൃദ്ധിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ കൈപ്പറ്റുകയാണ്. ഞാനതിനെ അത് മക്കളില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞപ്പോണ്ടേ ഇത് മക്കളുണ്ടാവാത്ത പെണ്ണുങ്ങളെല്ലാം കൂടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആണുങ്ങളൊക്കെ കൂടെ എവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു കാണും? മക്കളുണ്ടാകാത്ത പെണ്ണിന്റെ മാത്രം കുഴപ്പമില്ലല്ലോ, ചിലപ്പോൾ ആണുങ്ങളെ കുഴപ്പം കൊണ്ടോ അല്ലേ? എടാ പോടാ പട്ടി. എവിടേക്കാ നിങ്ങൾക്ക് ജീവൻ വേണ്ടേ? അവിടേക്ക് നിങ്ങൾ കൈവച്ചു.